കടുക്കിൽ മുഹമ്മദ് ഷാ സുപ്രീം കോടതി സമ്പൂർണ്ണ നീതി ഉറപ്പാക്കാനായി ഭരണഘടനയുടെ അനുച്ഛേദം 142 പ്രകാരമാണ് ഈ ഗവർണർക്ക് സമയപരിധി നിശ്ചയിച്ച് ഗവർണർ രാഷ്ട്രപതിക്ക് അയക്കുന്ന സംസ്ഥാന നിയമസഭ പാസാക്കിയ ബില്ലുകളിന്മേൽ തീരുമാനമെടുക്കുന്നതിന് രാഷ്ട്രപതിക്കും സമയക്രമം നിശ്ചയിച്ചുകൊണ്ട് സുപ്രധാനമായ വിധി പ്രസ്താവം ഇറക്കിയത്. RN രവിക്കെതിരായിട്ടുള്ള വിധിയെ പക്ഷേ കേരള ഗവർണർ ഉൾക്കൊള്ളുന്നില്ലെന്ന് മാത്രവുമല്ല, സുപ്രീം കോടതിയിൽ ഇരിക്കുന്ന 2 ജഡ്ജിമാരാണോ പാർലമെന്റിന്റെ ഭരണഘടനാ ഭേദഗതിക്ക് വേണ്ടുന്ന തരത്തിൽ തീരുമാനമെടുക്കുന്നത് എന്നാണ് ചോദ്യം. യഥാർത്ഥത്തിൽ കേരള ഗവർണർ ഈ സുപ്രീം കോടതി വിധിയുടെ അന്തസത്ത മനസ്സിലാക്കാതെ സംസാരിക്കുന്നതാണോ, അതല്ല ഇത് സംഘപരിവാർ അല്ലെങ്കിൽ കേന്ദ്രം ഭരിക്കുന്ന സർക്കാർ ഏകപക്ഷീയമായി എടുക്കുന്ന തീരുമാനങ്ങൾക്ക് ഇനി പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ വലിയ സാധ്യതയുണ്ടാവില്ല എന്ന തിരിച്ചറിവിൽ നിന്നാണോ ഗവർണറുടെ ഈ പ്രതികരണം? ഇത് ജനങ്ങളുടെ ലാസ്റ്റ് റേ ഓഫ് ഹോപ്പാണ് സുപ്രീം കോടതിയും ഹൈക്കോടതികളുമൊക്കെ. ഇവിടെ ആർട്ടിക്കിൾ 142 ഇൻവോക്ക് ചെയ്യാൻ നിർബന്ധിതരാകുന്ന അവസ്ഥയിലേക്ക് സുപ്രീം കോടതി എത്തുന്നു. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ആർട്ടിക്കിൾ 200 പറയുന്നത് ഒരു ബില്ലിന്റെ അസന്റിന് വേണ്ടി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ നിന്നും ഒരു ബിൽ അസന്റിന് കൊടുത്താൽ ആ അസന്റ് ഒന്നുകിൽ അസന്റ് ചെയ്യാം, ഇല്ലെങ്കിൽ അത് ഹോൾഡ് ചെയ്യാം, ഇല്ലെങ്കിൽ അത് രാഷ്ട്രപതിക്ക് അയക്കാം. ഹോൾഡ് ചെയ്തതിന് ശേഷം അത് തിരിച്ചു കൊടുക്കണം. 200 തന്നെ പറയുകയാണ്, തിരിച്ചു വീണ്ടും അസംബ്ലിയിലേക്ക് വിട്ടിട്ട് അതിനൊരു കൊറിയോടുകൂടി വെക്കാം, ഒരു മെസ്സേജോടുകൂടി കൊടുക്കാം. അത് കിട്ടിക്കഴിഞ്ഞാൽ അസംബ്ലിക്ക് വേണമെങ്കിൽ അത് പരിശോധിച്ചിട്ട് മോഡിഫിക്കേഷൻസ് അല്ലെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ബില്ല് വീണ്ടും തിരിച്ചു കൊടുക്കാം. അങ്ങനെ ബില്ല് തിരിച്ച് ഗവർണറുടെ കയ്യിൽ കൊടുത്താൽ ഗവർണർ ഈസ് മാൻഡേറ്റഡ് ടു അസെൻഡ് ദ ബിൽ. വേറൊരു സ്കോപ്പും ഇല്ല. രാഷ്ട്രപതിക്ക് അയക്കുന്നു എന്ന് പറയും. ഇപ്പോൾ ഇതിനകത്ത് 10 ബില്ലുകളാണ് ക്വസ്റ്റ്യൻ അവിടെ റേസ് ചെയ്യപ്പെട്ടത്. 12ൽ 10 ബില്ലുകൾ. ആ 10 ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയച്ച് പിന്നെ ഒന്നും ചെയ്യാനില്ല എന്ന രീതിയിലേക്ക് 2-3 വർഷം, 4 വർഷത്തോളം ഹോൾഡ് ചെയ്ത് വെക്കുന്നു ഒരു ബില്ല്, 10 ബില്ലുകൾ. അതായത് ഫെഡറൽ സിസ്റ്റത്തില് 4 വർഷം മുമ്പ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്തുകൊണ്ട് ചില അമെന്റ്മെന്റുകൾ അല്ലെ ചില രജിസ്ട്രേഷൻസ് കൊണ്ടുവന്നാൽ 4 വർഷം അതിനെ ഫ്രീസറിൽ വെക്കാൻ സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു ഡെലിഗേറ്റഡ് ആയ പവറുമായി വന്ന് ഗവർണർ നിൽക്കുകയാണ്. അങ്ങനെ ഒരു പവർ ഗവർണർക്കില്ല. കോൺസ്റ്റിറ്റ്യൂഷണൽ പവർ മാത്രമുള്ളൂ. ആരോടും അഭിപ്രായം ചോദിക്കേണ്ടതില്ല ആ വിഷയത്തില്. പക്ഷെ ഇതൊന്നും അബ്സല്യൂട്ട് ഡിസ്ക്രിഷൻ അല്ല. കാരണം സ്റ്റാറ്റ്യൂട്ട് സ്പെസിഫിക് ആയിട്ട് ആർട്ടിക്കിൾ 200 പറയുകയാണ്, ഒന്നുകിൽ നിങ്ങൾക്ക് അസന്റ് കൊടുക്കാം, അസന്റ് ഹോൾഡ് ചെയ്താൽ പിന്നെ തിരിച്ചു കൊടുക്കണം, തിരിച്ചു കൊടുത്തിട്ട് വീണ്ടും തിരിച്ചു വന്നാൽ ദേ ആർ മാൻഡേറ്റഡ് ടു അസെൻഡ് ഇറ്റ്. രാഷ്ട്രപതിക്ക് കൊടുക്കുന്നതോടുകൂടി തീർന്നു എന്ന് കരുതിയിട്ട് 4 വർഷം ഫ്രീസറിൽ വെക്കാമെന്ന് പറഞ്ഞ് ഒരു തീരുമാനം ഒരു ഗവർണർ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഫെഡറൽ സിസ്റ്റത്തിലേക്കുള്ള കടന്നുകയറ്റമാണ്. രാഷ്ട്രപതിയുടെ അധികാരവും ആർട്ടിക്കിൾ 111 നോക്കിയാൽ 111 വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. പാർലമെന്റ് കൊടുക്കുന്ന ബില്ലുകൾക്ക് ഗവർണറോട് പറഞ്ഞിരിക്കുന്ന അതേ നിർദ്ദേശം തന്നെയാണ് ഭരണഘടന കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിനെയൊക്കെ മറികടന്നുകൊണ്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ താല്പര്യങ്ങൾക്ക് അനുസൃതമായി പ്രവർത്തിക്കേണ്ടവരല്ല ഗവർണർ എപ്പോഴും ഇൻഡിപെൻഡന്റ് ആയി പ്രവർത്തിക്കണമെന്നാണ് വെപ്പ്. അങ്ങനെ പ്രവർത്തിക്കുമെന്ന് ധരിച്ചുകൊണ്ട് തന്നെയാണ് ആ പ്രൊവിഷൻ അങ്ങനെ ആഡ് ചെയ്തിരിക്കുന്നത്. അതിന്റെ മേൽ ഇപ്പോ സുപ്രീം കോടതി ഇങ്ങനെ പറയുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതിൽ നിന്നും ഡീവിയേറ്റ് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കുന്നു. 1-2 അല്ല, 12 ബില്ലുകൾ 4 വർഷമായി ഹോൾഡ് ചെയ്ത് വെച്ചു. എന്തു ചെയ്യണം സുപ്രീം കോടതി? ഉടനെ ഗവർണർ സുപ്രീം കോടതിക്ക് മേൽ കടന്നു കയറുകയാണ്. ഏത് അമെന്റ്മെന്റാ സുപ്രീം കോടതി നടത്തിയത്? സുപ്രീം കോടതി ഒരു അമെന്റ്മെന്റ് നടത്തിയിട്ടില്ല. നിലവിലുള്ള നിയമപ്രകാരം ഗവർണറുടെ ആക്ഷൻ ശരിയോ തെറ്റോ എന്ന് തീരുമാനിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അവിടെ ഇനി എന്താ പറഞ്ഞു? ഗവർണർക്ക് വീണ്ടും തിരിച്ചു കൊടുത്തിട്ട് അസന്റ് കൊടുക്കാൻ ഡയറക്ട് ചെയ്യണമെന്നായിരുന്നോ പറയുന്നത്? അങ്ങനെ കൊടുത്ത ടൈംസിന് ഗവർണർ കൊടുത്ത അഭിമുഖത്തിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്: ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് പാർലമെന്റാണ്. ഗവർണർ അനാവശ്യമായ ബില്ലുകൾ പിടിച്ചുവെക്കരുത് എന്ന് പറയുന്നതിനെ ന്യായീകരിക്കുന്നുണ്ട്. എന്നാൽ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ബില്ലുകളിൽ തീരുമാനമെടുക്കണമെന്ന് ഭരണഘടനയിൽ സൂചിപ്പിച്ചിട്ടില്ലല്ലോ. അങ്ങനെ ആ വിഷയം കിട്ട ബെഞ്ച് ഭരണഘടനാ ബെഞ്ചിന് വിടണമായിരുന്നു. അതല്ലെങ്കിൽ തന്നെ ഈ ഗവർണർക്ക് ഭരണഘടന ഒരു തരത്തിലുള്ള സമയപരിധിയും നിശ്ചയിച്ചിട്ടില്ല എന്നിരിക്കെ സുപ്രീം കോടതി ഇത് പറഞ്ഞാൽ ഭരണഘടനാ ഭേദഗതിയാകും. എന്നാൽ ഭരണഘടനാ ഭേദഗതി ചെയ്യുന്നത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 368 പ്രകാരം പാർലമെന്റിന്റെ അധികാരമാണ്. ഈ പാർലമെന്റും നിയമസഭയും ഒക്കെ പിന്നെ എന്തിനാണ് എന്നാണ് ഗവർണർ ചോദിക്കുന്നത്. അല്ല, ഭരണഘടനാ ഭേദഗതി ഒന്നും ആവില്ല. അത് അങ്ങനെയൊക്കെ ഇന്റർപ്രറ്റ് ചെയ്യാവുന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾ അത്തരം സിറ്റുവേഷനിലേക്ക് സുപ്രീം കോടതി ആർട്ടിക്കിൾ 142 ആണ് ഇൻവോക്ക് ചെയ്തിരിക്കുന്നത്. ആർട്ടിക്കിൾ 142 വൈഡർ പവർ സുപ്രീം കോർട്ടിനുണ്ട്.
ആ വൈഡർ പവർ ഇൻവോക്ക് ചെയ്യുന്നതിലേക്ക് 4 വർഷം ഒരു ഗവർണർ ഒരു ബില്ലെടുത്ത് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തു ചെയ്യണം സുപ്രീം കോടതി? ഇനി സുപ്രീം കോടതി അല്ലാതെ എങ്ങോട്ട് പോകണം ഇവിടുത്തെ ജനങ്ങള്? ഈ ഫെഡറൽ സിസ്റ്റത്തിൽ ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റ് ആരോട് പറയണം? ആരുടെ ഓഫീസിൽ പോയി കേഴണം ഒരു ബില്ല് പാസ്സാക്കാൻ ജനങ്ങളുടെ ആവശ്യത്തിന്? അതിനൊന്നും ഒരു കാര്യവുമില്ല കേട്ടോ. അങ്ങനെയൊന്നും പറഞ്ഞിട്ട് അതിനകത്തൊരു അമെന്റ്മെന്റ് കൊണ്ടുവന്നൊന്നും കരുതണ്ട. അതിനൊരു ഇന്റർപ്രിട്ടേഷൻ പോലുമില്ല. അത് ഇംപ്ലോയിഡ് ആണല്ലോ. ഇംപ്ലോയിഡ്, യു കനോട്ട് ഹോൾഡ് ഇറ്റ് ഫോർ എവർ. ദാറ്റ് മീൻസ് യു ഹാവ് ടു ഡു ഇറ്റ് ഇൻ സം പോയിന്റ് ഓഫ് ടൈം, അല്ലേ? അത് എപ്പോഴാണെന്ന് പറഞ്ഞു സുപ്രീം കോടതി. അതിന് സുപ്രീം കോടതിക്ക് അധികാരമൊക്കെ ഉണ്ട്. നമുക്കെതിരെ സുപ്രീം കോടതി പറഞ്ഞാൽ ആ സുപ്രീം കോടതിയെ വെല്ലുവിളിക്കുമെന്ന് പറയുന്ന സിറ്റുവേഷൻ ഉണ്ടല്ലോ, അപകടകരമായ പ്രീസിഡൻസ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. സുപ്രീം കോടതി പറഞ്ഞ വിധികൾ എല്ലാവരും അംഗീകരിക്കാറില്ലേ? എനിക്ക് ഇഷ്ടപ്പെടാത്ത വിധികൾ അംഗീകരിക്കാറില്ലേ? സുപ്രീം കോടതി ബാബരി മസ്ജിദിന്റെ വിധി വന്നു, എല്ലാ ജനങ്ങളും അംഗീകരിച്ചില്ലേ? എന്താ അതിന്റെ പേരിൽ ആരെങ്കിലും ഇവിടെ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കിയോ? ഏതെല്ലാം വിധികൾ, ഇഷ്ടപ്പെടാത്ത വിധികൾ വന്നു, ആ ഇഷ്ടപ്പെടാത്ത വിധികൾ അംഗീകരിക്കുന്നു. സുപ്രീം കോടതിയിൽ പോകുമ്പോൾ ഇന്റർഫിയർ ചെയ്യാത്ത മാറ്റേഴ്സ് ഇല്ലേ? അതിന്റെ പേരിൽ സുപ്രീം കോടതി വിമർശിക്കുക, സുപ്രീം കോടതിക്ക് അതീതരാണ് ഞങ്ങൾ ഗവർണർമാര് എന്നൊക്കെ പറയുന്ന ആ ടോൺ ഉണ്ടല്ലോ, അത് നമ്മുടെ ഭരണഘടനാ സിസ്റ്റത്തിനെ നശിപ്പിക്കുന്നതാണ്. ശരി. Debate with Dr. Arun Kumar.